അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ വിഷയത്തിലൂടെ പറഞ്ഞു കടന്നു പോകും. എന്നിട്ട് നമുക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് അതോടുകൂടെ നമ്മുടെ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും. നാളെ മറ്റൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമ്പാദനത്തിനുള്ള ഒരു വഴി പരിശുദ്ധ ഇസ്ലാം പറയുന്നത് സ്വയം അധ്വാനിച്ച് സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുക എന്നതാണ്. അല്ലാഹുവിനെ എതിരല്ലാത്ത, പടച്ച റബ്ബ് പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലാത്ത, ഹറാമല്ലാത്ത ജോലികളിൽ, ഹലാലായ ജോലികളിൽ സ്വന്തം കരങ്ങൾ കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കലാണ് ഏറ്റവും പുണ്യമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, തലബുൽ ഹലാൽ ജിഹാദുൻ, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുവാനുള്ള ശ്രമം ജിഹാദുൻ, യുദ്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിൽ ഞാനത് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. ചതിയും വഞ്ചനയും നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം. എങ്ങനെയെങ്കിലും ആരാന്റെ കയ്യിലുള്ള സ്വത്ത് കൈക്കലാക്കണമെന്ന മാത്രം വിചാരമുള്ളവന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് പ്രസക്തമാണ്. തലബുൽ ഹലാൽ ജിഹാദുൻ, ഹലാലായ വഴിയിൽ മാത്രം സമ്പാദിക്കണമെന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ ജിഹാദുൻ, അത് ജിഹാദ് പോലെ പ്രയാസമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്, ജോലി ചെയ്ത് ജീവിക്കുന്ന അടിമയോട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്വാനത്തിലൂടെ സമ്പാദിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി. അധ്വാനമില്ലാതെ മടിയന്മാരുടെ സമ്പാദനം അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നർത്ഥം. വിശിഷ്യായാചനയാണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാചന. യാചന പരിശുദ്ധമായ ഇസ്ലാം കർശനമായ രീതിയിൽ അല്ലാഹുവിന്റെ ദീൻ ഉത്സാഹപ്പെടുത്തുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടോളോ. മക്കളെ കെട്ടിക്കാൻ പണമില്ലെന്ന് പറഞ്ഞു പിരിവെടുത്ത് നടക്കുന്നവർ, എന്നാലോ അവരുടെ ജീവിതത്തിൽ ആവശ്യവും അതിനേക്കാളും അപ്പുറം സ്വത്തവർക്കുണ്ട്. എന്നാലും ജനങ്ങളുടെ കയ്യിലുള്ളത് അത് സ്വന്തം കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിൽ യാചിക്കുന്ന ആളുകൾ. അങ്ങനെ യാചനയുടെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ടല്ലോ എന്ന് യാചിച്ച് കോടീശ്വരന്മാരായവരുടെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിനു മുമ്പ് ഒരു യാചകനെ പിടിച്ചല്ലോ. അയാൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വന്ന് കിടപ്പിലായപ്പോഴാണ് അയാളുടെ അരയിൽ അയാൾ കെട്ടിയിരിക്കുന്ന ബെൽറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാങ്കിൽ ബുക്കെടുത്തത്, ബുക്കിൽ 5 ലക്ഷത്തിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ വീണ്ടും യാചിക്കുകയാണ്. പലരും പറയാറുണ്ട് ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന്. ഇല്ല, കേട്ടോളോ. ആർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ യാചനയെ കർശനമായി നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാചിക്കുന്ന ആളുകൾ നാളെ മഹ്ശറയിൽ വരും. അന്യർക്ക് മുമ്പിൽ പോയി അല്ലാഹു തന്ന ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അധ്വാനിക്കാതെ യാചിക്കുന്ന ആളുകളുണ്ടല്ലോ, അവൾ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് യാചന കാരണം അവരുടെ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മഹ്ശറയിലേക്ക് വരുന്ന സമയം അവരെ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാചന പരിശുദ്ധമായ ഇസ്ലാം അനുവദിച്ചത് തന്നെ അത് ചില പ്രത്യേകമായ ഘട്ടത്തിലാണ്. അതിലേക്ക് ഞാൻ വിശദമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്തതിലാ ഒരാൾ വരുന്നു. യാചിച്ചുകൊണ്ട് അയാൾ കടന്നു വന്നു. അയാൾ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് ഭക്ഷണം കഴിക്കാനൊരു വഴിയുമില്ല പ്രവാചകരെ, അതുകൊണ്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ ശ്രദ്ധിച്ചു. നല്ല ആരോഗ്യവാനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, അധ്വാനിക്കാനുള്ള ആരോഗ്യം അയാൾക്കുണ്ട്. ഹബീബായ നബി ഉടനെ തന്നെ ഇയാളോട് ചോദിച്ചു, നല്ല സഹോദര, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞ, പ്രവാചകരെ, എന്റെ വീട്ടിൽ പുതക്കാനുള്ള ഒരു പുതപ്പും വെള്ളം കുടിക്കുന്നൊരു കോപ്പയുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട് മാത്രമല്ല, റസൂലുള്ള പറഞ്ഞു ആ സഹോദരനോട്, സഹോദര, നിങ്ങൾ വീട്ടിൽ പോയിട്ടത് കൊണ്ടുവരണം. അയാൾ വീട്ടിലേക്ക് പോയി ആ പുതപ്പും പാത്രവുമായ കോപ്പയുമായ അയാൾ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സഹോദരൻ കൊണ്ടുവന്ന വെള്ളത്തിന്റെ കോപ്പയും പുതപ്പും ലേലം ചെയ്തു റസൂലുള്ള ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണിത് ഒരു ദിർഹമിന് എടുക്കാനുള്ളത് എന്ന് ചോദിച്ചോ. ലേലത്തിനെ എതിർക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചോ, ആരാണിത് ഒരു ദിർഹമിന് എടുക്കാൻ തയ്യാറുള്ളത്? പല സ്വഹാബികളും തയ്യാറായി. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ആരാണിത് 2 ദിർഹമിനെടുക്കാൻ തയ്യാറുള്ളത്? 1 ദിർഹമിനെടുക്കാൻ പലരും തയ്യാറായപ്പോൾ റസൂലുള്ള ചോദിച്ചു, ആരാണിത് 2 ദിർഹമിനെടുക്കാൻ തയ്യാറുള്ളത്? സ്വഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളതിന് തയ്യാറായി. ആ സ്വഹാബി 2 ദിർഹം റസൂലുള്ളാഹിക്ക് നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് ഒരു കോട ദാരിദ്ര്യം തീർന്നു. മാത്രമല്ല, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്തിന് ആഹ്വാനം ചെയ്ത സമയത്ത് ഈ സഹോദരനതാ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് സകാത്തുമായി കടന്നു വരികയാണ്. അപ്പൊ ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിച്ച മതമല്ല. പക്ഷേ ചില പ്രധാനമായ ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മൾ മറ്റു പലരെയും സഹായിക്കേണ്ടി വരും. അത് നമ്മൾ ചെയ്യുന്ന സഹായമാണ്. ഒരാൾക്ക് ചോദിക്കാം, എപ്പോഴാണ് ചോദിക്കാനുള്ള അവസരം? അയാൾക്കല്ലാതെ വേറൊരു ഗതിയും അയാളുടെ മുമ്പിലില്ലാതെയായി. അധ്വാനിച്ചിട്ട് അയാളുടെ ആവശ്യം നിറവേറുകയില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് അയാൾക്കുള്ളത്. ചോദിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ജീവഹാനി സംഭവിക്കും, അല്ലെങ്കിൽ അയാൾ വളരെ വിഷമകരമായ അവസ്ഥയിൽ അകപ്പെട്ടു പോകും. ആ ഘട്ടത്തിൽ ഒരാൾക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെ അത്യാവശ്യങ്ങളിലല്ലാതെ യാചിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരെ യാചിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യമുണ്ട്, ഒന്നിനും കഴിയുന്നില്ല, അയാൾക്ക് ആരോഗ്യമില്ല, യാചിക്കാനിട്ട് പാടുമില്ല എങ്കിൽ പട്ടിണി കിടന്ന് മരണപ്പെടേണ്ടി വരില്ലേ? അതാണ് പരിശുദ്ധ ഇസ്ലാം. അത് രണ്ടിന്റെയും ഇടയിലുള്ളൊരു മാർഗം അല്ലാഹുവിന്റെ ദീന് സ്വീകരിച്ചത്. ഏതായാലും ആരോഗ്യമുള്ളവൻ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടവൻ ജീവിക്കലാണ്, ഉപജീവന മാർഗം കണ്ടെത്തലാണ്. അത് ജിഹാദാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോളൂ, ആരോഗ്യമുള്ള ആരും വെറുതെ ഇരിക്കരുത്. ആരോഗ്യമുള്ള ആരും മറ്റുള്ളവരോട് യാചിച്ചുകൊണ്ട് ജീവിക്കരുത്. നിങ്ങളുടെ മുഖത്തത് കറുത്ത പാടായി മാറുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ ഒരാൾ കടന്നുപോയപ്പോ നല്ലൊരു യുവാവ്, ആരോഗ്യ ദൃഢഗാത്രനായ യുവാവാണ്. ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിദൻ വവരിആ. ആ യുവാവെന്ന് കടന്നു പോയപ്പോ അടുത്തുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു റസൂലിനോട്, ഹബീബായ നബിയെ, അയാൾ നല്ല സാഹിദാണ്, പരിത്യാഗിയാണ്, വവരിആ, നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ
ഇൻകാനത ലഹു ഹർഫ, അയാൾ ഒരു ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, ശ്രദ്ധിക്കണം നിങ്ങൾ, ഇയാൾ നല്ല സുഹൃത്തുള്ളയാളാണ്, പരിത്യാഗിയായ ആളാണ്, ദുന്യാവിനോട് മോഹമില്ലാത്ത ആളാണ്, നല്ല സൂക്ഷ്മാലുവായി ജീവിക്കുന്നയാളാണ് നബിയെ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തത് ഇൻകാനത ലഹു ഹർഫ, അയാൾ ഒരു ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും ആരോഗ്യമുണ്ടായിട്ട് ഇതാ ആധുനിക ലോകത്തിന്റെ ഒരു മുഖം പിച്ചു ചീന്താൻ ആഗ്രഹിക്കുകയാണ്. മതങ്ങളെ സമ്പാദനത്തിനുള്ള വഴിയായി ഉപയോഗിച്ചുകൊണ്ട് പള്ളിയുടെ മൂലകളിൽ വേഷവിധാനങ്ങളിൽ മാത്രം ആത്മീയതയില്ലാതെ വേഷവിധാനങ്ങൾ മാത്രം ചുറ്റി വളഞ്ഞുകൊണ്ടുവന്ന് പള്ളിയുടെ മൂലയിൽ ഇരുന്നുകൊണ്ട് അത് സമ്പാദനത്തിനുള്ള വഴിയാക്കി മാറ്റുന്നവരുടെ കാലഘട്ടം, ആത്മീയതയെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുന്ന കാലഘട്ടം, വീടിന്റെ മൂലകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് ആളുകളിൽ നിന്ന് ജനം സമ്പാദിക്കുവാൻ ആത്മീയതയുടെ വഴിയാണെന്ന് പറഞ്ഞ ആളുകളെ വഴിപിഴപ്പിക്കുന്നവരുടെ കാലഘട്ടം. സത്യത്തിന്റെ വഴിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ആളുകളെ വഞ്ചിക്കുന്ന കാലഘട്ടത്തിൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിനെതിരെയുള്ള ആത്മീയതയെ തന്റെ സമ്പാദനത്തിന് മാത്രം വഴിയാക്കി മാറ്റുന്നവർക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കേൾക്കൂര ഹദീസ്. മഹാനവറുകൾ പറയുന്നു, ഹലോ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് ഏതാണെന്ന് നബിയേ എന്ന് ചോദിച്ചു. ഖാല, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കസ്ബുൽ ഹലാൽ, ഹലാൽ സമ്പാദിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിന്റെ മാർഗം ഹലാലായ രീതിയിൽ സമ്പാദിക്കലാണ്. നീ മരണപ്പെടാൻ എപ്പോഴും നിന്റെ ദിക്ർ കൊണ്ട് നാവ് ചൊല്ലി നടക്കുന്ന അവസ്ഥയിൽ, നിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് പച്ചിച്ചിരിക്കെ, നിന്റെ നാവ് ഒരുപാട് ദിക്റുകൾ ചൊല്ലി സമ്പന്നമായ അവസ്ഥയിൽ നീ മരണപ്പെടലാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരിശുദ്ധ ഇസ്ലാം അധ്വാനത്തെ വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അധ്വാനമാണല്ലോ ധനം സമ്പാദിക്കുവാനുള്ള വഴി. ശ്രദ്ധിച്ചോളൂ, ആ ധനസമ്പാദനത്തിനുള്ള വഴിയിലെ ഒരു മാർഗമാണ് കച്ചവടം. ശ്രദ്ധിക്കണം, ഞാൻ വളരെ പെട്ടെന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകും, ചരിത്രമൊന്നും പറയാൻ സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അത്ര വിശാലമാണ് ഈ വിഷയം. അതിൽപ്പെട്ട ഒന്നാണ് കച്ചവടം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിസ്അതു അൻശാരി റിസ്ഖി ഫി തിജാറ, ഭക്ഷണത്തിന്റെ 10-9 ഭാഗവും കച്ചവടത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ജീവിതത്തിന്റെ 10-9% കച്ചവടം മുഖേനയാണ് നിലനിൽക്കുന്നത്. ശരിയല്ലേ എന്റെ സഹോദര? ഈ ഇരിക്കുന്ന കൊച്ചുകൂട്ടത്തിൽ തന്നെ 90% ആളുകളും കച്ചവടക്കാരാകും. കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കച്ചവടം ചെയ്യുന്നവർ എന്ന അർത്ഥം തന്നെയല്ല. കച്ചവടമാണ് ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ പ്രധാന വഴി. 10-9 ആ വഴിയാണ്. ഒന്നും കച്ചവടത്തിന്റെ ആളുകളായ അതിന്റെ ഓണർമാർ, 2 അതിലെ തൊഴിലാളികൾ, അതിൽ ജീവനം നടത്തുന്നവർ, കമ്പനി വർക്കേഴ്സ്. ഈ സദസ്സ് മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ. 90% ആളുകളും ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആളുകളാകും. റസൂലുള്ളാഹി പറഞ്ഞു 10-9 കച്ചവടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം നല്ല വഴിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അബാകും ഇബ്രാഹീം കാന വസ്സാസാ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം വസ്ത്ര കച്ചവടക്കാരനായിരുന്നുവെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി സ്വഹാബാക്കളും താബീകളും ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം
ടെക്സ്റ്റൈൽസ് കച്ചവടക്കാരനായിരുന്നു എന്നർത്ഥം. കച്ചവട ബസാസ, വസ്ത്ര കച്ചവടക്കാരനായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ആസറോ, പിതാവായിരുന്ന ആസർ ബിംബങ്ങളെ ഉണ്ടാക്കിയിട്ട് നാടിൽ പോയി വിൽപ്പന നടത്തുന്നയാളായിരുന്നു. അവരുടെ സമൂഹം ആരാധിച്ചിരുന്ന ദൈവങ്ങളായിരുന്ന ബിംബങ്ങളെ കൊത്തി ഉണ്ടാക്കിയിട്ട് നാടിൽ പോയി വിൽപ്പന നടത്തുന്നവരായിരുന്നു. ഒരുപാട് വിഷയം സൂചിപ്പിക്കാണ്ടെന്ന് പറഞ്ഞില്ല. ഓരോന്ന് പറയുമ്പോൾ ഞാൻ അത് സംബന്ധമായി ഓരോ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം തീരുകയില്ല. അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം